18 വർഷം അജ്ഞാതനായി ജീവിക്കുക, ആരും അറിയാതെ ഏതോ ഒരു കോണിൽ. പക്ഷേ 6 മാസങ്ങൾക്ക് മുൻപ് മരണം സംഭവിക്കുന്നു. പിന്നെ മോർച്ചറിയിൽ ആ മൃതദേഹം അങ്ങനെ കിടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ആ കുടുംബം ആ പ്രിയപ്പെട്ടവനെ തിരിച്ചറിയുകയാണ്. കാന്തപുരം സ്വദേശിയായ സലീമിൻ്റെ മൃതദേഹമാണ് കുടുംബം ഏറ്റുവാങ്ങിയത്. ആ കാഴ്ചയിലേക്കാണ്. കൊല്ലം ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ 6 മാസം സൂക്ഷിച്ചിരുന്ന അജ്ഞാത മൃതദേഹം. മേൽവിലാസമില്ലാതെ സൂക്ഷിച്ചിരുന്ന മൃതദേഹത്തിന് സ്വന്തം മേൽവിലാസം നൽകിയ ആശുപത്രിയിലെ നേഴ്സ് സുരഭിയുടെ പ്രവൃത്തി ചർച്ചയായി. സുരഭിയുടെ ഈ നല്ല പ്രവൃത്തിയെക്കുറിച്ചുള്ള വാർത്ത കോഴിക്കോട് കാന്തപുരത്തേക്കും എത്തി. 18 വർഷമായി തിരയുന്ന തൻ്റെ ബാപ്പ സലീമാണ് മരിച്ചതെന്ന് നിസാമുദ്ദീൻ തിരിച്ചറിഞ്ഞു. 18 വർഷം മുന്നേ കാണാതായതാണ് എൻ്റെ പിതാവിനെ. 18 വർഷം മുന്നേ നമ്മൾ കേസും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നെങ്കിലും മീഡിയയിലൊക്കെ കൊടുത്തിരുന്നെങ്കിലും നമ്മൾക്ക് യാതൊരുവിധ റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാന്തപുരം ഉണ്ണിക്കുളം സ്വദേശിയും മദ്രസ അധ്യാപകനുമായിരുന്നു സലീം. മാനസിക വെല്ലുവിളി നേരിട്ട് നാടുവിട്ട സലീമിനെ തേടി ഇവർ അലയാത്ത സ്ഥലങ്ങളില്ല. സലീം ഇനി അജ്ഞാതനല്ല. ജില്ലാ ജനറൽ ആശുപത്രിയിലെ നേഴ്സിന്റെ മേൽവിലാസത്തിലുമല്ല, സ്വന്തം മേൽവിലാസത്തിലാണ്. മരണത്തിന് ശേഷമെങ്കിലും ഇനി സലീമിനെ ഓർക്കുക. ഓർമ്മയുറയ്ക്കാത്ത പ്രായത്തിൽ നഷ്ടമായ ബാപ്പയെ കണ്ടെത്തിയ നിസാമുദ്ദീന് പറയാൻ ഇത്രമാത്രം. പിതാവിൻ്റെ ഒരു മൃതദേഹം നമ്മൾക്ക് കിട്ടി. അത് നമ്മളെ ജുമാ മസ്ജിദിൽ മറമാടാനുള്ളത് കഴിഞ്ഞതിൽ വളരെ സംതൃപ്തനാണ്. അതുതന്നെയാണ് നിസാമുദ്ദീൻ്റെ വാക്കുകൾ. കാര്യം 18 വർഷം ബാപ്പായെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിന് ഉചിതമായ രീതിയിലൊരു യാത്രയയപ്പ് നൽകാൻ സാധിക്കുന്നതിൻ്റെ ഒരു മനസംതൃപ്തി ഉണ്ട്. അത് ഒപ്പം തന്നെ അത് ദൈവത്തോട് നന്ദി പറയുകയും ഒപ്പം തന്നെ ഇതിന് സഹായിച്ച ആൾക്കാരോട് നന്ദി പറയുകയുമാണ് നിസാമുദ്ദീൻ. ക്യാമറമാൻ ഷാനവാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണൻ നായർ നമുക്കുണ്ട്. 18 വർഷം എന്ന് പറഞ്ഞാലേ ഒരു മകന് അച്ഛൻ്റെ സമീപം ഏറ്റവും അനുഭവിക്കുന്ന, ചൂടോടുകൂടി അനുഭവിക്കുന്ന കാലമാണ്. അതാണ് മകന് നഷ്ടപ്പെട്ട്. പക്ഷേ അവസാന കാലം അല്ലേ, ചലനമറ്റ അച്ഛനെ കിട്ടുക, തിരികെ കിട്ടുക, ആ ഒരു ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന ആശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും വലിയൊരു അല്ലാതെ രീതിയിൽ നോക്കിയൊരു ദുരിതപൂർണമായ ജീവിതം കൂടിയായിരുന്നോ അദ്ദേഹത്തിൻ്റെ? ഒരിക്കലും ഒന്ന് കാണാൻ പോലും സാധിക്കില്ല എന്ന് കരുതിയിരുന്ന ആൾക്കാരാണ് സലീമിൻ്റെ ബന്ധുക്കൾ. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമെങ്കിലും ഒന്ന് കാണാൻ സാധിച്ചു എന്നുള്ളത് അവർക്ക് മാനസികമായി അല്പം ആശ്വാസം നൽകുന്ന കാര്യമാണ്. മാത്രമല്ല അവരുടെ മതാചാരപ്രകാരമായിട്ടുള്ള ചടങ്ങ് നടത്തി ഒരു യാത്രയയപ്പ് സലീമിന് നൽകാൻ സാധിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇന്നലെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇതിന് കാരണക്കാരിയായത് സുരഭി എന്ന് പറയുന്ന നേഴ്സാണ്. അവർ ജില്ലാ ജനറൽ ആശുപത്രിയിലെ നേഴ്സായിരുന്നു. ആ ആശുപത്രിയിൽ വെച്ചാണ് 6 മാസങ്ങൾക്ക് മുമ്പ് സലീം മരണത്തിന് കീഴടങ്ങുന്നത്. അജ്ഞാതൻ എന്നുള്ള ഒരു ലേബലിലായിരുന്നു. ആരും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഒപ്പം തന്നെ ആരും തിരക്കി വരുന്നില്ല. പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉറ്റവരെയും ഉടവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കാര ശുശ്രൂഷകൾ നടത്തിയ ശേഷം സ്വകാര്യ മെഡിക്കൽ കോളേജിൽ കൈമാറാൻ വേണ്ടിയുള്ളൊരു നീക്കം നടത്തി. ആ സമയത്തും ഒരു അനാഥ പ്രേതമായി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊടുക്കരുത് എന്നുള്ള ഒരു ആഗ്രഹം ഈ സുരഭി എന്ന് പറയുന്ന സിസ്റ്റർക്കുണ്ടായിരുന്നു. അവരുടെ സ്വന്തം ഔദ്യോഗിക മേൽവിലാസം ഈ സലീമിന് നൽകി. അതായത് ഈ സലീം നഴ്സിംഗ് സൂപ്രണ്ട് കൊല്ലം ജില്ലാ ജനറൽ ആശുപത്രി എന്നുള്ള ഒരു ഔദ്യോഗിക മേൽവിലാസം നൽകിയ ശേഷം അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ നടത്തുകയായിരുന്നു. പിന്നീട് ഭൗതിക ശരീരം ഈ കൊല്ലത്തെ തന്നെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വേണ്ടി മാറ്റുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നീട് ഈ സുരഭി സിസ്റ്ററുടെ ഈ നല്ല പ്രവൃത്തി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്നു. അങ്ങനെയൊക്കെയാണ് അവരെ തേടി ഈ സലീമിൻ്റെ ബന്ധുക്കൾ കോഴിക്കോട് നിന്ന് കാന്തപുരത്തു നിന്നുള്ള ബന്ധുക്കളുടെ ഫോൺ വിളി എത്തുന്നതും പിന്നീടുള്ള കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഏറ്റെടുക്കുന്നു. അത് ബന്ധുക്കൾക്ക് കൈമാറുന്നു. അങ്ങനെയുള്ള ഒരു നല്ല പ്രവൃത്തിയാണ്. അദ്ദേഹത്തിൻ്റെ മകനോട് ഞാൻ സംസാരിച്ചിരുന്നു. ആ മകൻ 3 വയസ്സുള്ള സമയത്താണ് ബാപ്പ നഷ്ടമാകുന്നത്. ഇന്ന് 21 വയസ്സുണ്ട് ആ നിസാമുദ്ദീൻ എന്ന് പറയുന്ന മകന്. ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജീവനോടെ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. ബാപ്പയെ കണ്ട് ഓർമ്മ പോലും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ്. പക്ഷേ ജീവനോടെ അദ്ദേഹത്തെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. 18 വർഷം പല സ്ഥലങ്ങളിലും ബന്ധുക്കളും ഉമ്മയും ഒക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവസാനം അദ്ദേഹം മരിച്ചുപോയി എന്നൊക്കെ തന്നെ കരുതിയതാണ്. പക്ഷേ അവസാനം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമെങ്കിലും ഞങ്ങൾ കിട്ടിയല്ലോ, അവസാനം അദ്ദേഹത്തെ കാണാൻ സാധിച്ചല്ലോ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ കൊല്ലത്ത് അവരെ സഹായിച്ച ആൾ. ശരിയാണ്. നഷ്ടപ്പെട്ട 18 വർഷം അല്ലേ, ഈ ഒരു ആശ്വാസം തൽക്കാലം അവർക്ക് കിട്ടുന്നു എന്നേ ഉള്ളൂ. ചില മനുഷ്യരുടെ ജീവിതങ്ങൾ ഇങ്ങനെയാണ്, അത് നമുക്കൊന്നും പറയാൻ കഴിയില്ല. ചിലത് ഇങ്ങനെ ദുരന്തപൂർണ്ണമായി അവസാനിക്കും. ശരി.